കൗൺസിൽ യോഗത്തിൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ലീവ് അറിയിച്ചിട്ടുള്ളത് വാലോട്ട് പോകണം കൗൺസിലർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് 6 മാസത്തേക്ക് കൗൺസിൽ ഹാജരാകാൻ സാധിക്കില്ല എന്ന കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹാജരാകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുക. കൗണ്ടിലുള്ള വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേർ ഈ അവധി അപേക്ഷയെ പിന്താങ്ങിയിരിക്കുന്നു. മേയറുടെ കാപ്പികൾ ഉൾപ്പെടെ എന്തൊക്കെയായിരുന്നു അല്ലേ ബഹളങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇപ്പോൾ അങ്ങ് മലമുറിച്ച് കളയും, ഇപ്പോൾ അങ്ങ് എടുത്ത് താഴെയിട്ട് കളയും, ഇപ്പോൾ ഇതാ മേയറാവാൻ പോകുന്നു, ഡെപ്യൂട്ടി മേയറാവാൻ പോകുന്നു. വാ, എന്തെല്ലാം പ്രഹസനങ്ങളായിരുന്നു. അവസാനം എന്തായി? കിടക്കണം ചട്ടിയും കലവും എല്ലാം കൂടി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തം കൂടി മറുകണ്ണം ചാടിയിരിക്കുന്നു. കോൺഗ്രസ് ആരായി ഇപ്പോ ശരിക്കും പറഞ്ഞാൽ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇതിന്റെയൊക്കെ? അറിയാൻ മേലഞ്ഞിട്ട് പോയിക്കുക. അങ്ങനെ 51, 52 ആക്കി BJP. അല്ല, എന്നാ പറയാനാ, സുഗതന് ലോട്ടറി അടിച്ചു. ഇനി 6 മാസത്തേക്ക് സുഗതന് അവധി. ഇനിയിപ്പോ സുഗതനും അയോഗ്യനാവത്തില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ ആരാണ് വിജയിച്ചത്? ഇപ്പോ VV രാജേഷിടെ എങ്ങേരുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇത് പറയേണ്ടി വരും. എന്തുകൊണ്ടാ കാണിച്ച് കൂട്ടിയ ശരിക്കും പറയാം. ഇന്ന് മാപ്രകൾ പോലും ഭാവത്തിൽ പോകുന്ന കാഴ്ചകളല്ലായിരുന്നു ഇന്ന് കോർപ്പറേഷനുള്ളിൽ അടിച്ചു വിട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. കൊള്ളാം. എന്തായാലും ഇനിയെങ്കിലും പഠിക്കുക. ഇപ്പൊ ഒരാൾ മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കോൺഗ്രസിന് തൃപ്തിയായി കാണുക. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഈ ഭരണസമിതി അധികാരം ഏറ്റതിനേക്കാൾ കൂടുതൽ പിന്തുണ കൂടിയിട്ടുണ്ട്. കൗൺസിലർമാരുടെ പിന്തുണ കൂടിയിട്ടുണ്ട്, ജനങ്ങളുടെ പിന്തുണ കൂടിയിട്ടുണ്ട്. കൗൺസിലർമാരുടെ പിന്തുണ കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ കൗൺസിലർമാർക്ക് സഭയിൽ അങ്ങനെ ഒരു വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. ഇത് VV രാജേഷ് കുറച്ച് മുന്നേ പറഞ്ഞ ഒരു കാര്യമാണ്, കുറച്ച് നാൾ മുന്നേ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു. ഒരാൾ മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വോട്ട് ചെയ്യുന്ന ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഇത് ഇവിടെ കൊണ്ട് തീരത്തില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉള്ള നിരവധി പേര് ഈ പറയുന്ന രീതിയിൽ BJP പാളയത്തിലേക്ക് പോകുന്ന തരത്തിലോട്ട് ഇതുപോലെ തന്നെ വരുന്ന ആളുകൾ കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ള കാര്യം 100% വ്യക്തമാണ്. ഇപ്പോൾ BJPക്ക് 50 കൂടുതൽ പേരാണ് ആ ഒരു രീതിയിൽ ഭൂരിപക്ഷം ഉള്ളതെങ്കിൽ, അതായത് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം കൂടെ കൂട്ടി 52 എന്നുള്ള തരത്തിലോട്ട് കാര്യം എത്തും. കോൺഗ്രസ് സ്വാതന്ത്ര്യം കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഇത് ഇവിടെയും നിൽക്കത്തില്ല. ഈ ഭരണം 5 കൊല്ലം തികയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇത് 60 കടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. കുറഞ്ഞ ഒരു 62 കൗൺസിലർമാരുടെ ഭൂരിപക്ഷമെങ്കിലും BJP നേടിയെടുക്കുന്ന കണക്കിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും തുടക്കത്തിൽ തന്നെ ഇപ്പോൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഇതിനെല്ലാം വഴിവെച്ചത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആർത്തിയാണ് എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടി വരും. അതായത് ഭരണം അവർക്ക് വേണമെന്നുള്ള ആ ഒരു ആർത്തി, അതിലാണ് ഇതൊക്കെ തന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നാണം കെട്ടിയില്ലേ എല്ലാ അർത്ഥത്തിലും ഇപ്പൊ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാണം കെടുന്ന തരത്തിലോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറി. അവിടെ ആരാ വിജയിച്ചിരിക്കുന്ന? സംഘികൾ അവിടെ വിജയിച്ചു. കമ്മിയും കൊങ്ങിയും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സ്വാഹയാവുന്ന ഒരു പരുവത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് വേണം അവിടെ അടിവരയിട്ട് പറയാനായിട്ട്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തിനും കൂടെ മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ഇനി നിരവധി പേര് ഇനിയിപ്പോൾ മറുകണ്ഠം ചാടാനായിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും പെട്ടുപോയി എന്ന് വെച്ചാൽ 100-ൽ 101% പെട്ടുപോയി എന്ന് എടുത്തു പറയേണ്ടി വരും. ആ ഒരു തരത്തിലോട്ടുള്ള സംഭവവികാസമാണ് ഇന്ന് കോർപ്പറേഷൻ നടന്നത് മുഴുവൻ. അതായത് പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പൊ മലമറിച്ച് കളയും, ഇപ്പൊ താഴെ ഇറക്കി കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രഹസനങ്ങളൊക്കെ ആയിരുന്നല്ലോ. എവിടെ പോയി അതൊക്കെ തന്നെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കോൺഗ്രസ് ആയാലും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ജനങ്ങൾ തന്നിരിക്കുന്ന വിധി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളതാണ്. ആ പ്രതിപക്ഷ സ്ഥാനം നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ജനങ്ങൾക്ക് നിങ്ങൾ നഷ്ടപ്പെട്ട ആ വിശ്വാസം തിരിച്ചെടുക്കാനുള്ള വല്ല വകുപ്പുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നോക്കുക. അല്ലാതെ ഈ വളഞ്ഞ വഴി കൂടെ കയറി ചെന്നിട്ട് നമുക്കിപ്പോൾ ഭരണം പിടിച്ചെടുക്കാമെന്നുള്ള വ്യാമോഹമൊക്കെ ആണെങ്കിൽ അത് ഇനിയും നിങ്ങൾക്ക് വിട്ടുമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി ഒരിക്കലും തോൽക്കാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് മാറ്റുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങളെ കൂട്ടത്തിലുള്ളത് തന്നെ മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇനി മാറാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്തായാലും സുഗതൻ വിഷയത്തിൽ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ പരാജയമായി മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നിങ്ങൾ പഠിച്ച പണി 18 നോക്കി എങ്ങനെയും VV രാജേഷിനെ ഒന്ന് കുലുക്കണം. BJP എങ്ങനെയെങ്കിലും താഴെ കുലുങ്ങിയോ? VV രാജേഷ് എന്ന് പറയുന്ന മേയർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്ന് കുലുങ്ങിയോ? എവിടെ കുലുങ്ങാൻ? അങ്ങേര് ഈ തുടക്കം മുതൽ ഈ സുഗതൻ വിഷയം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ ആ ഒരു തരത്തിൽ കട്ടക്കി ഒരു തരത്തിലും ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് പച്ചയ്ക്ക് കാര്യം പറഞ്ഞതെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ ആരാണ് ശശിയായത്? യഥാർത്ഥത്തിൽ 2 കൂട്ടരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് 8ന്റെ പണി BJP കൊടുക്കാമെന്ന് പറഞ്ഞ് നിന്നിട്ട് അവസാനം 16ന്റെ പണി BJP നിങ്ങൾക്ക് ഇട്ട് തിരിച്ചു തന്നപ്പോഴത്തേക്കും സമാധാനമായല്ലോ. ഇനിയെങ്കിലും മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്മിക്ക് നല്ലതെന്ന് എടുത്ത് പറയേണ്ടി വരും. അല്ലാതെ ഈ പറയുന്ന ജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് നിങ്ങളിപ്പോൾ എന്തോ അങ്ങ് ഈ പറയുന്ന കോർപ്പറേഷൻ മലമറിച്ച് കളഞ്ഞിട്ട് അവിടെ കയറി ഇരിക്കുക എന്നുള്ള വ്യാമോഹത്തിലൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള കൗൺസിലർമാരുടെ എണ്ണം കൂടി കുറയുമെന്നല്ലാതെ അവിടെ ഒരു ചുക്കും സംഖ്യകൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി
ഉണ്ടായ തെറ്റ് തിരുത്തി നല്ലൊരു പ്രതിപക്ഷമായിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയും. ഇനിയും നിങ്ങൾക്കത് മനസ്സിലാവാതെ വീണ്ടും പൊട്ടത്തരങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു കൂട്ടാനാണ് ഭാവമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങൾ ഇനി പ്രതീക്ഷ വേണ്ട എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അത് ഇനിയുള്ള 5 കൊല്ലം മാത്രമല്ല, ഇനി അങ്ങോട്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷ ഇനി ഒരിക്കലും വേണ്ടാത്ത തരത്തിലോട്ട് അവിടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ആക്കി തീർക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊങ്ങിക്കും കമ്മിക്കും നല്ലതെന്ന് പറയും. അല്ലെങ്കിൽ സംഘികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കംപ്ലീറ്റ് കമ്മികളെയും കൊങ്ങികളെയും മൂലക്കിരുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുമെന്നുള്ളത് ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു സംഭവ വികാസം LDF UDF പ്രതീക്ഷ ഒരു കാര്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തം തന്നെ മരണം ചാടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. സുഗതൻ വിഷയത്തിൽ നിങ്ങൾ എന്തെല്ലാം പൊറാട്ട് നാടകങ്ങളാണ് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണിച്ചു കൂട്ടിയെന്ന് പറയും. എന്നിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഫലം നിനക്കുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. അവിടെ ഈ BB രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം മേയറുടെ ഇടിപെട്ട് നീക്കുമെന്ന് എൻ്റെ അടുത്ത് പറയേണ്ടി വരും. കാരണം അങ്ങേരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ, അത് പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു. അതുപോലെ തന്നെ അങ്ങേര് എന്താണ് വിചാരിച്ചത് അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഒരു ബോണസും കിട്ടി. അതല്ലേ രസം എന്ന് പറയുന്നത്. ഒരു ബോണസ് കിട്ടിയിരിക്കുകയാണ്. അതായത് 51 എന്നുള്ളത് 52 ആക്കാൻ പറ്റി. അത് ബോണസ് അല്ലേ അങ്ങേർക്ക്? അതേസമയം ആർക്കാണ് തിരിച്ചടി ലഭിച്ചത്? ഇത്രയൊക്കെ പ്രഹസനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആർക്കാണ് വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചത്? കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിലുള്ള ഒരുത്തം പോയി. എന്ത് കഷ്ടമാണെന്ന് നോക്കിയാണ്, എന്ത് തരത്തിലുള്ള ഒരു വിധിയാണ് പ്രതിപക്ഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇനിയെങ്കിലും പഠിക്കുക, ഇനിയെങ്കിലും തെറ്റ് തിരുത്തിയിട്ട് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അത്ര മാത്രമേ പറയാനുള്ളൂ.